ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇന്ന് രാവിലെ ഒരു മാസ്റ്റർ മൈൻഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഒരു തോട്ടാണ് ഞാൻ ഇന്ന് ചോദിക്കുന്നത്. Sure. അതായത് നമ്മുടെ ഒരു എൻവയോൺമെന്റ് അത് പോസിറ്റീവ് ആയിരിക്കണം. അതായത് അല്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് സോണിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. പക്ഷെ നമ്മളുടെ ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് തീർച്ചയായിട്ടും ഒരു കുറച്ചൊരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ. അതൊരു നെഗറ്റീവ് എൻവയോൺമെന്റ് ആയിരിക്കാം. നമുക്കിതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. എനിക്കതാണ് അവിടെ നിന്ന് മനസ്സിലായത്. ബട്ട് ഹൗ വി ക്യാൻ ബാലൻസ് ദാറ്റ്? ഓക്കെ, റൈറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് എ ലോട്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാന്നുള്ള. ഓക്കെ, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളൊരു ഓഫീസ് എടുക്കാം. അപ്പോൾ ഓഫീസ് നെഗറ്റീവ് എൻവയൺമെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ അവിടുത്തെ ലീഡറാണ്, ഒരു സംശയമില്ല. ദാറ്റ്സ് കോൾ നെഗറ്റീവ് അല്ലെങ്കിൽ ടോക്സിക് ലീഡർ എന്ന് പറയാം. അത് 21 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതിൽ 7ാമത്തെ ആളാണ് ഈ ടോക്സിക് ലീഡർ എന്ന് പറയാം. സോ എനി വൺ ഹൂ ഹാസ് ഗോട്ട് ദ ടോക്സിസിറ്റി, ആ ടോക്സിസിറ്റി അവിടെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആ ഒരു എൻവയൺമെൻറ്റും ആ ഓഫീസിലെ ആ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് തന്നെ ആ ഒരു ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അവിടുത്തെ ലീഡറായിരിക്കാം, അവിടുത്തെ സീനിയർ ആയിരിക്കാം, ആര് തന്നെ ആയിക്കോട്ടെ. ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തി, ആ വ്യക്തി നെഗറ്റീവ് ആണെങ്കിൽ അവിടുത്തെ എൻവയൺമെൻറ്റ് നെഗറ്റീവ് ആയിട്ടുണ്ടാവും. ഒന്നും കൂടെ ഞാൻ പറയാം, ആരാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തി. ഓക്കെ, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വ്യക്തി ആരോ നെഗറ്റീവ്, അത് ലീഡർ ആവണമെന്നില്ല. ഇപ്പോൾ ഞാൻ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്താൽ ലീഡർ ആവണമെന്നില്ല. പക്ഷേ ആ ലീഡറിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ജൂനിയർ സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. എല്ലാവരും മനസ്സിലാക്കുക, ലീഡർ ചിലപ്പോൾ നല്ല മനുഷ്യനായിരിക്കും, പക്ഷേ ആ നല്ല മനുഷ്യൻ്റെ തല ശരിക്കും അതും ഇതൊക്കെ പറഞ്ഞ് ബാക്ക് ബൈറ്റ് ഒക്കെ ചെയ്ത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് മെമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക, അവിടുത്തെ ക്ലർക്കെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കായി ക്ലർക്കിൻ്റെ കാരണം ആ ലീഡർ ടോക്സിക് ആയി മാറും. ആ ലീഡർ ടോക്സിക് ആകുമ്പോൾ ആ കംപ്ലീറ്റ് എൻവയൺമെൻറ്റ് ടോക്സിക് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ആർക്കാണോ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. അപ്പം ആ ഇൻഫ്ലുവൻസ്, ആ ഒരു നെഗറ്റീവ് എൻവയൺമെൻറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. നിങ്ങൾ ഇതിന് ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. 2 കാരണം നടക്കുള്ളൂ. ഒന്നിൽ നിങ്ങളും ആ ടോക്സിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം. നിങ്ങളൊന്നിൽ ആ ടോക്സിസിറ്റീൻ്റെ ആ ഒരു ഭാഗമായിട്ട് നിങ്ങൾ മാറണം. അതിന് നിങ്ങൾക്ക് ആഗ്രഹമില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 2ാമത്തെ കാര്യം ഒന്നേ ഉള്ളൂ, യു ഹാവ് ടു ലീവ് ദ ടോക്സിസിറ്റി. ആ ഒരു ഏരിയ നിങ്ങൾ മാറണം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കാര്യമുണ്ട്. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഒന്നിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി മാറും. എല്ലാവരും കുറ്റം പറഞ്ഞ് ഞാനും കുറ്റം പറയാൻ തുടങ്ങട്ടെ, എല്ലാവരും കള്ളുടിക്കണം ഞാനും കള്ളുടിക്കാൻ തുടങ്ങട്ടെ. യു ഗോട്ട് മീ, യു ബിക്കം എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി. ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറാം. നമ്പർ 1. നമ്പർ 2, നിങ്ങൾ ശരിക്കും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക. ഇത്ര മതി, ഇതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്, അത് കൂടാതെ നിങ്ങൾ ആ ഒരു ഓർഗനൈസേഷനിലെ ആ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ അത്യാവശ്യമായിട്ടൊരു ആളാണെങ്കിൽ നിങ്ങളെടുത്ത് കളിക്കാൻ വരില്ല. once again let me tell you, നിങ്ങളായിട്ട് കളിക്കാൻ വരില്ല. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കളിക്കാൻ പറ്റില്ല. ബിക്കോസ് യു ആർ ഇൻ നീഡ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്. എങ്കിൽ നിങ്ങളെ കളിക്കാൻ പറ്റില്ല. ദിൽ സേ ഓക്കെ, അവരെ പാർട്ട്ണർ പോയിക്കോട്ടെ, ഡോണ്ട് ഗോ വിത്ത് ഹർ. Okay, let her do whatever she wants to because she is the major part of this. പക്ഷേ ഒന്നും കൂടെ 3ാമത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എവ്രിബഡി ഈസ് റീപ്ലേസബിൾ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് എല്ലാവരും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ള. നമ്മൾ വിചാരിക്കണ്ടാവും നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അടിഞ്ഞ് താഴത്തേക്ക് വീഴുമെന്ന് വിചാരം ഒന്നുമില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ ആൾ വരും, നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾ വരും, നമ്മളെക്കാളും സാലറി കുറഞ്ഞിട്ടുള്ള ആൾ ചിലപ്പം വരും. അത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും. നമ്മൾ വിചാരിക്കുക നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭർത്താവ് ആകെ കുടുങ്ങിപ്പോകും. ഇല്ല, ഭർത്താവ് ആരാരും കണ്ടുപിടിക്കും. അതൊക്കെ സത്യാവസ്ഥയാണ്, അതൊക്കെ ലോജിക്കലായിട്ടാണ്. ഇതിനെ ചിലപ്പോൾ നിങ്ങൾ എതിർക്കായിരിക്കും, പക്ഷെ ലോജിക്കലാണ്. കാരണം നമ്മൾ ആർക്കെങ്കിലും റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദാറ്റ്സ് നമ്പർ 1. 3ാമത്തത്,
നിങ്ങൾ ആ എൻവയറമെൻറ്റ് വിട്ടു പോകാന്നുള്ള. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുക, നിങ്ങളും കേടുവരുന്നു അതിൻ്റെ അർത്ഥം. നമ്പർ 2, നിങ്ങൾ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക. ആ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈലി വാല്യുബിൾ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണം. നമ്പർ 3, നിങ്ങൾ ആ എൻവയറമെൻറ്റ് വിട്ടിട്ട് പുറത്തേക്ക് കിടക്കുക. അതായത് നിങ്ങൾ റിസൈൻ ചെയ്തിട്ട് വേറെ ജോബ് നോക്കി പോകുന്നു. അപ്പം അത് ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ. രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തത് ഇതേ സംഭവം നമ്മൾ വീട്ടിൽ നടക്കാം. അപ്പം വീട് എന്ന് പറഞ്ഞാൽ 2 വീടാണ് എടുക്കുന്നത്. ഒന്ന് നമ്മൾ നോക്കേണ്ടത് ഹസ്ബൻഡ് വീടാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇൻലോസിൻ്റെ വീടെന്ന് വിചാരിക്കാം. ആ ഇൻലോസിൻ്റെ വീട്ടിൽ പ്രശ്നക്കാർ നിങ്ങൾ ഇൻലോസ് ആണെന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫാദറോ മദറോ, നിങ്ങൾ ഇൻ അതർ വേർഡ്സ് നിങ്ങളെ ഫാദറിലോ മദറിലോ അല്ലെങ്കിൽ സിസ്റ്ററിലോ ബ്രദറിലോ അവിടെ നിന്നാണ് പ്രശ്നം നടക്കുന്നത് വിചാരിക്കാം. അവിടെ നിന്നാണ് പ്രശ്നം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, സ്വന്തം നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അമ്മനെ അച്ഛനെ സ്നേഹിക്കണം കേട്ടോ, അത് വേറെ കാര്യം. അതായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല, സ്നേഹിക്കൊക്കെ വേണം. പക്ഷേ ഈ എൻവയറമെൻറ്റ് മനസ്സിലാക്കേണ്ട, അതായത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇത് ഹെൽത്തി അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു വീട് എടുത്ത് പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അമ്മായിമാരുടെ അടുത്തുനിന്നും നമ്മളെ ഫാദർ-ഇൻ-ലോൻ്റെ അടുത്തുനിന്നും ബ്രദർ-ഇൻ-ലോ സിസ്റ്റർ-ഇൻ-ലോയുടെ അടുത്തുനിന്ന് വരുന്ന ആ ഇതുണ്ടല്ലോ, ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് ഭയങ്കര ഹൈ പ്രഷർ. ഞാൻ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. ഇനി വേറെ സെനാറിയോ എടുത്ത് നോക്കാം. നിങ്ങളെ ഹസ്ബൻഡാണ് ടോക്സിക്, അതേസമയത്ത് നിങ്ങളുടെ ഫാദർ-ഇൻ-ലോ മദർ-ഇൻ-ലോ സിസ്റ്റർ-ഇൻ-ലോ ബ്രദർ-ഇൻ-ലോ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കാം. മനസ്സിലാവുണ്ടോ? അത് മനസ്സിലായോ? വേറെ സിനാറിയോ അത്. നിങ്ങളെ ഹസ്ബൻഡാണ് ടോക്സിക്, അതേസമയത്ത് നിങ്ങളുടെ ഫാദർ-ഇൻ-ലോ നിങ്ങളെ മോള് പോലെ പൊന്നു പോലെ നോക്കുന്ന ആളാണ്, നിങ്ങളുടെ മദർ-ഇൻ-ലോ നിങ്ങളെ പൊന്നു പോലെ നോക്കുന്ന, നിങ്ങളെ സിസ്റ്റർ-ഇൻ-ലോ ബ്രദർ-ഇൻ-ലോ നിങ്ങളെ ഭാബിയെ പോലെ നോക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത്തിരി പ്രയാസം ഉണ്ടാവും. നിങ്ങൾക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാവും ആ വ്യക്തി മാറുന്നത് വരെ. ഇനി മാറൂ ഇല്ലേ, ആ വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കോച്ചാണ്, ഞാൻ US നിന്ന് പരിചയപ്പെട്ടത്, ഡൽഹിക്കാരത്തിയാണ്. ലെസ് ബ്രൗൺ എൻ്റെ ടീച്ചറിൻ്റെ സീനിയർ സ്റ്റുഡൻറ്റിൽ ഒരു വ്യക്തിയും കൂടിയാണ്, എന്നെക്കാളും സീനിയറാണ് അതിൽ. എക്സ്ക്യൂസ് മീ. ഹസ്ബൻഡിനായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. മക്കളുണ്ട്, 2 മക്കളുണ്ട്, 2 വ്യത്യസ്ത കൺട്രീസിൽ പഠിക്കുകയാണ്. ഹസ്ബൻഡിനായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായി. ഡിവോഴ്സൊക്കെ എത്തി. ഈവൻ ദ ഫസ്റ്റ് ഡേ ഓഫ് ഹർ വെഡിങ്, ആദ്യത്തെ ഡേ തന്നെ ആ ഭാര്യനെ റേപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഹസ്ബൻഡ്. ഓക്കെ, അങ്ങനത്തെ ഒരു കേസാണ്. അപ്പം മനസ്സിലാക്കുക, Day 1 തുടങ്ങിയ കേസാണ്. പിന്നെ അത് കൂടാതെ അവരെ ഫാദർ-ഇൻ-ലോ മദർ-ഇൻ-ലോ ഒക്കെ ടോക്സിക്കാണ്. അങ്ങനത്തെ ഇവിടെ വളർന്നിട്ട് 2 കുട്ടികളുണ്ടായി. ആ ഹസ്ബൻഡ് ജയിലിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ ലേഡിയാണ് പിന്നെ അതിൻ്റെ ബാക്കിലൊക്കെ നടന്ന് കേസൊക്കെ ശരിയാക്കി അവസാനം മടുത്തിട്ട് അത് ഡിവോഴ്സിലേക്ക് എത്തിയിരുന്നു. ഡിവോഴ്സ് ചെയ്തോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ലേഡിനെ ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു 3 വർഷത്തോളമായി. എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പിലാണ്. ഒരാഴ്ച മുമ്പ് എനിക്കൊരു കോൾ വന്നു. അപ്പം പേര് എൻ്റെ അടുത്ത് ഓൾറെഡി എൻ്റെ മൊബൈലിലുണ്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്നോട് പറഞ്ഞൊരു സെൻസ്, എൻ്റെ കോച്ചിങ് കൂടെയാണ് അവൾ. സീനിയർ ആണെങ്കിൽ പിന്നീട് എൻ്റെ കോച്ചിയായിട്ട് മാറുക ചെയ്തത്. എന്നോട് പറഞ്ഞു, സെൻസ് ഐ റീമാരീഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദ്യം, ഹൂ ഇസ് ദ ലക്കി ഗായ് എന്ന് ചോദിച്ചു. ആരാണ് ഒരു ലക്കി ആയിട്ടുള്ള പേഴ്സൺ? അപ്പോൾ എന്നോട് നോ, ഐ മാരീഡ് ദ സെയിം ഗായ് എന്നാണ്. അപ്പം വി ഗോട്ട് ടുഗെദർ, മൈ സൺ ടുക്ക് ദ ഇനീഷ്യേറ്റീവ് ആൻഡ് നൗ വി ആർ ലിവിങ് ടുഗെദർ. എൻ്റെ മക്കൾ ഇനീഷ്യേറ്റീവ് കൊടുത്ത് ഞാൻ ആ വ്യക്തിനെ തന്നെ കൊണ്ടും ആ കല്യാണം ശരിയാക്കിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഐ ഡോണ്ട് ബോദർ ഇൻ ഹിസ് ബിസിനസ്, ഹി ഡസൻറ്റ് ബോദർ ഇൻ മൈ ബിസിനസ്. എൻ്റെ ബിസിനസ് അയാളും ബോദറില്ല, അവരുടെ ബിസിനസ് ഞാനും ബോദറില്ല. സോ മനസ്സിലാക്കുക, ചിലപ്പം ആൾ മാറും. എപ്പം മാറാമെന്നുള്ള പറയാൻ പറ്റില്ല. ഇതൊരു കേസ്. അങ്ങനത്തെ വേറെ കേസുകൾ എനിക്കറിയാം. എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ എനിക്ക് കേസ് അറിയാം. ഹസ്ബൻഡ്സൊക്കെ വളരെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ, അടിയും കുത്തും എല്ലാം നടന്നിട്ടുള്ള, പക്ഷേ ഇപ്പം അവർ ഭയങ്കര സ്നേഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരാൾ ടോക്സിക് ആണെന്ന് വിചാരിച്ചാൽ അത് എപ്പോഴും ടോക്സിക് ആവണമെന്നില്ല. ചിലപ്പോൾ അവിടെ ക്ഷമ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ബ്രേക്ക് ഔട്ട് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹസ്ബൻഡിൽ നിന്ന് മാറിയിട്ട് സെപ്പറേഷനും ഡിവോഴ്സിനൊക്കെ ചിലർ ചാടി പിടിച്ച് പോയി. ഇന്നത്തെ മക്കളൊക്കെ അത് ചെയ്യും കേട്ടോ. കാരണം ഇന്നത്തെ മക്കൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. ബിക്കോസ് അവർ വളരെ ടെൻഡറാണ്. അവർക്കതൊന്നും അറിയില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ചാടി പോയിന്ന് വരും. അവർക്ക് ഇത് നടക്കില്ല. ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യേണ്ട, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ചില സമയത്ത് അത് ഒരിക്കലും ഹസ്ബൻഡ് നന്നാവാൻ പോണില്ല, അത് ഫാക്റ്റാണ്. ചില സമയത്ത് നന്നായിന്നും വരും. ഓക്കെ, എൻവയറമെൻറ്റ് അനുസരിച്ചിട്ട് നന്നായി വരും. അതേ സമയത്ത് ഒരു ഹസ്ബൻഡും എല്ലാവരും ടോക്സിക് ആണെന്ന് വിചാരിക്കുക.
മൂന്നാമത്തെ കേസ് കേട്ടോ. ആദ്യത്തെ കേസിൽ ഞാൻ പറഞ്ഞ ഇൻലോസ് ആണ് ടോക്സിക്, രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് ഹസ്ബൻഡ് ടോക്സിക്, മൂന്നാമത്തെ കേസ് ഹസ്ബൻഡും ടോക്സിക് ആണ്, അവിടെയുള്ള ഇൻലോസും ടോക്സിക് ആണെങ്കിൽ അത് പിന്നെ വല്ലാത്ത ടോക്സിക് എൻവയറമെൻറ്റാണ്. കാരണം അവിടെ ഹസ്ബൻഡ് നന്നാവാൻ നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ ഇൻലോസ് ആയിരിക്കും അതിൽ ഫ്യൂലിൽ കൂടുതൽ ഫ്യൂൽ ഒഴിച്ചു കൊടുക്കുക, തീ ആളിക്കത്തുക, അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ ഇത്തിരി പ്രയാസമുണ്ടാവും. ഇനി അത് മാറ്റാം. ഇനി അത് മാറ്റിയിട്ട് വേറെ കേസ് എടുക്കാം. നിങ്ങളെ വീട്ടിലെ കേസ് എടുക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അച്ഛനുണ്ടാവും, അമ്മ ഉണ്ടാവും, സഹോദരിമാരുണ്ടാവും, സഹോദരന്മാരൊക്കെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും നല്ലവരല്ല എല്ലാവരും. റൈറ്റ്? എനിക്ക് കേസ് അറിയാം അമ്മ മക്കളെ ദ്രോഹിക്കുന്നത്. ഈ മക്കളെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ള ഒരു വലിയ സ്ത്രീകളെയാണ് ഞാൻ പറഞ്ഞത്. ദ്രോഹിക്കുന്നത് കണ്ടുകൂടാ, മക്കളെ കണ്ടുകൂടാ, പെൺകുട്ടികളെ കണ്ടുകൂടാ, ആൺകുട്ടികളെ കണ്ടുകൂടാ. അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പ്രയാസം ഉണ്ടാവും. സോ ഇതിൻ്റെ ഒരു പോം വഴി എന്താണെന്ന് നോക്കാം. ഈ ഒരു എൻവയറമെൻറ്റ് എവിടേക്കാണോ ടോക്സിസിറ്റി, കുടുംബത്തിൽ എവിടെയൊക്കെയാണോ ടോക്സിസിറ്റി നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ആ ടോക്സിസിറ്റി നിന്ന് മാറാം. ആ ഒരു എൻവയറമെൻറ്റ് നിങ്ങൾ മാറിയിരിക്കണം. അത് ചിലപ്പോൾ ഒരു പുതിയ വീടായിരിക്കാം. ബന്ധങ്ങൾ മുറിക്കാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോ, ബന്ധങ്ങൾ മുറിക്കാൻ ഞാൻ എവിടെയും പറഞ്ഞില്ല. ഈവൻ 1% ബന്ധങ്ങൾ മുറിക്കാൻ ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് മാറാം. ചില സമയത്ത് നമ്മൾ മാറുമ്പോഴാണ് സ്നേഹം കൂടുതലാവുക. ചിലപ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ സ്നേഹം ഉണ്ടാവില്ല, പക്ഷെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്നേഹം കൂടും. അപ്പം അവിടുന്ന് മാറും. ഞാൻ റീസെൻ്റ്ലി എനിക്കൊരു ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവർ ഫാദറിനായിട്ടൊക്കെ ഭയങ്കര ടോക്സിക് ഒന്നുമില്ല കേട്ടോ. പക്ഷേ ആ മരുമകൾ എൻ്റെ സ്റ്റുഡൻ്റാണ്, മരുമകളും മകനും എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവർ രണ്ടാൾക്കും ഫാദറിൽ നിന്ന് മാറണം, പക്ഷെ ഭയങ്കര സ്നേഹമാണ്. ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതാണ് അവിടെ കേസ്. അല്ലാതെ ടോക്സിക് അല്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആള്. അതിൽ നിന്ന് ഇവർക്ക് ഫ്രീഡം വേണം. ഞാൻ പറഞ്ഞു എന്താ മാറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പറയും എനിക്ക് മാറിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ഞാൻ പറയും മാറിക്കോ, പറയണ്ടെന്ന് പറഞ്ഞു. ഈ വ്യക്തികൾ മാറി അവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 കിലോമീറ്റർ അപ്പുറത്തൊരു വീടെടുത്ത്, നല്ലൊരു വീടെടുത്ത്, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു വീടെടുത്ത് എനിക്ക് ആ ഫോട്ടോസൊക്കെ അയച്ചാൽ ഞാൻ പറയും മാറിക്കോ, ആരോടും പറയണ്ട. 1 വർഷം കഴിഞ്ഞ് നീ വരുമ്പം ഫാദറിനെ കൊണ്ടുപോയിട്ട് വീട് കാണിച്ചു കൊടുക്കുന്നു. ഇന്ന് അവർ വളരെ ഹാപ്പിയാണ്. 2 പേർക്കും വീടുണ്ട്. ഫാദറിന് അവരുടേതായ വീടുണ്ട്, ഈ മകനും ഭാര്യയും 2 കുട്ടികളുടെ അവർക്ക് വേറൊരു വീടുണ്ട്. അവരും സന്തോഷമായിരിക്കുകയാണ്. സോ വ്യത്യസ്ത സ്ട്രാറ്റജി ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനത്തെ കേസിലാണെന്നുള്ളതാണ്. ഡിഡ് ഐ ആൻസർ യുവർ ക്വസ്റ്റ്യൻ? അതിൽ ക്ലാരിറ്റി കിട്ടിയോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് സർക്കിളിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം. നമുക്ക് അവരെ ഹേർട്ട് ചെയ്യാതെ അവിടെ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ സാധിക്കും? ഓക്കെ, ഒന്നും മനസ്സിലാക്കാം. ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ സാധാരണ പറഞ്ഞ പോലെ ചിക്കൻസ് എടുക്കാം. ഓക്കെ, ചിക്കൻ അല്ലെങ്കിൽ നമ്മുടെ ടർക്കി അല്ലെങ്കിൽ ഡക്ക് എന്ന് എടുക്കാം. ഓക്കെ, താറാവ് അല്ലെങ്കിൽ ചിക്കൻസ് എക്സാമ്പിൾ എടുക്കാം. അവർ നമുക്ക് ചീത്തയാണോ? അല്ല, അല്ലേ? നമ്മൾ സുഹൃത്തുക്കൾ അതേപോലെ. അവർ ചീത്തയാണോ? ആൻസർ നല്ലത് അല്ല എന്നാണ്. ശരിയല്ലേ? പക്ഷേ അവർ നമ്മളെ ഗ്രോത്തിന് നല്ലതാണോ? അല്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഓക്കെ, ദേ ആർ നോട്ട് ബാഡ് ബട്ട് ദേ ആർ നോട്ട് ഗുഡ് ഫോർ യു. വൺസ് അഗൈൻ ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ്. എനിക്ക് മലയാളം ശരിയാവില്ല, അപ്പോൾ ലെറ്റ് മീ ജസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് വൺസ് അഗൈൻ ഇൻ ഇംഗ്ലീഷ്. ഈസ് യുവർ ഫ്രണ്ട്സ് ബാഡ്? ദ ആൻസർ ഇസ് നോ, ബട്ട് ദേ ആർ നോട്ട് ഗുഡ് ഫോർ യു. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം ഈ ഒരു ഫ്രണ്ട്സ് നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്യണം. സ്റ്റെപ്പ് ഔട്ട് ചെയ്തേ മതിയാവും. കാരണം അങ്ങനത്തെ ഒരു എൻവയറമെൻ്റ് ആണ്, ബാക്ക് ബൈറ്റിംഗ് ആണ്, ഒരു ടോക്സിക് എൻവയറമെൻ്റ് ആണ്, ഗ്രോത്ത് ഇല്ല, വെറും പഴയ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് അതിന് മാറുക. ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതൊക്കെ എക്സാമ്പിൾസ് ലൈവ് എക്സാമ്പിൾസാണ്. എൻ്റെ കോളേജിൽ പഠിച്ചു, ഞാൻ TMG കോളേജിലാണ് പഠിച്ചത്, ഞാൻ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് തിരൂരിൽ. അവിടുത്തെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അവർ എപ്പോഴും എന്നെ ഗ്രൂപ്പിലിടും, ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് ചാടും. വീണ്ടും ഗ്രൂപ്പിലിടും, ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് ചാടും. അങ്ങനെ തിലകം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ക്ലാസ്മേറ്റ് ആട്ടാ. എന്നോട് സെൻസ് ഫാറൂഖ് എന്ന് വിളിക്കാട്ടാ. ഫാറൂഖ് എന്നാണ് ഞങ്ങൾ അലുമിനായി നടക്കാൻ പോകുന്നത്? അന്ന് ഇടട്ടെ. ഞാൻ പറഞ്ഞു അന്നിട്ടോ, പിറ്റേസ് ഞാൻ ചാടും ഇട്ടോന്ന് പറയും. അലുമിനായിലിട്ടും 1-2 ദിവസം ഉണ്ടോ ഞാൻ ചാടും. കാരണം അവിടെ നടക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് പ്രൊഡക്റ്റീവായിട്ടുള്ള കൺവേഴ്സേഷൻ അല്ല. പ്രൊഡക്റ്റീവ് അല്ലാത്ത കൺവേഴ്സേഷനും ടോക്സിക് കൺവേഴ്സേഷനും എത്ര പേർക്ക് മനസ്സിലായി? പ്രൊഡക്റ്റീവ് അല്ലാത്ത ഏതൊരു കൺവേഴ്സേഷനും ടോക്സിക് കൺവേഴ്സേഷനാണ്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ടേക്കിംഗ് യു ഫോർവേഡ്, ഇറ്റ് ഈസ് പുട്ടിങ് യു ഇൻ ദ സെയിം ലെവൽ. അപ്പോൾ ആ ഒരു കൺവേഴ്സേഷൻ നിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ട് ഇരുന്നാൽ നിങ്ങളും പ്രൊഡക്റ്റീവ് ആവില്ല, നിങ്ങളും ഗ്രോ ചെയ്യില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ഞാൻ ആരും കുറ്റം പറയല്ല കേട്ടോ, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം നമ്മൾ തീരുമാനിക്കേണ്ട ഒന്നാണ്, ദേ ആർ നോട്ട് ഗുഡ് ഫോർ യു എന്നുള്ളത്. ദേ ആർ നോട്ട് ബാഡ് എന്നല്ല ഞാൻ പറഞ്ഞു, ദേ ആർ നോട്ട് ഗുഡ് ഫോർ യു. അപ്പോൾ നിങ്ങൾ മാറിയിരിക്കണം. അപ്പോൾ ചെറിയൊരു ബൗണ്ടറി ആദ്യം കെട്ടുക,
നിങ്ങൾ ആ ഫ്രണ്ട്സിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ബൗണ്ടറീൻ്റെ ആ ഒരു ഹൈറ്റ് ഒന്ന് കൂട്ടി ആ മതിലും കുറച്ചും കൂടെ കൂട്ടി പോവുക. അവർ ചീത്തല്ല, പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല. നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറിയിരിക്കണം തീർച്ചയായിട്ടും. Did I answer your question? Yes, thank you so much. Thank you. Happy? Yes, happy. Good. Next, please.